ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ക്ലാസ് ഒക്കെ എല്ലാവരും കണ്ടോ? പാർട്ട് 1 കണ്ടോ? ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പാർട്ട് 1 കണ്ടിട്ടുള്ളവർക്ക് നമുക്ക് പാർട്ട് 2 കണ്ടാൽ വല്ലതും മനസ്സിലാവും. അല്ലാതുള്ളവർക്ക് ചുമ്മാ കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഓരോന്നും കാണുക കേട്ടോ. ഓരോന്ന് കണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. പിന്നെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് കയറി വരാൻ പറയുക, കാണാൻ പറയുക. പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ, നന്നായിട്ട് പഠിക്കട്ടെ. നിങ്ങളുടെ കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കും പഠിത്തത്തിനായിട്ട്. നിങ്ങൾ എപ്പോഴും ഫോണൊക്കെ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വെറുതെ എത്രയോ സമയം ചിലവാക്കുന്നു. നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് എടുത്ത്, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന പാഠമായിട്ടല്ലേ ഞാനിത് ആദ്യം നിങ്ങൾക്ക് ഇത് എടുത്തു തുടങ്ങി. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒന്നുമില്ല, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കൃത്യമായിട്ട് എല്ലാവരും കൂടി ചേർന്നിരുന്നൊന്ന് പഠിക്കുക. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുറച്ച് നോട്ട്സ് ഒക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിക്കുക. ഡൗട്ട്സ് ഉള്ളത് ചോദിക്കും, വർക്കൗട്ട് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യം നമ്മളിവിടെ ഓൾറെഡി ചെയ്യും. നമ്മളിവിടെ എല്ലാം അടിപൊളിയാക്കിയേ വിടത്തുള്ളൂ, അത് വേറെ സത്യം. പക്ഷെ നിങ്ങളിവിടെ ട്രൈ ചെയ്യും. നിങ്ങളോട് ഒന്ന് കാണും, വീഡിയോസ് ഒക്കെ ഫുൾ ഇരുന്ന് കാണും കേട്ടോ. അപ്പോൾ ഈ മാത്സ് ഒക്കെ പഠിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫുൾ കണ്ടന്റ് ഉൾപ്പെടെ കൃത്യമായിട്ട് ഞാൻ ബേസ് ഉൾപ്പെടെ അല്ലേ പറയുന്നത്. കഴിഞ്ഞ ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു പ്രോബ്ലം, ഒരൊറ്റ പ്രോബ്ലമാണ് ചെയ്തത്. ആ ഒറ്റ പ്രോബ്ലത്തിനകത്ത് ഞാൻ ബേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പതുക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രയോജനപ്പെടുത്തണം. നിങ്ങൾക്ക് കമൻസിനകത്തൂടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഒന്നും എത്തണമെന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളായാൽ പോലും എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ എത്തണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻസിൽ നിന്ന് ഇടും. ഇതുപോലെയാണ് സാറേ എന്ന് പതുക്കെ പറയാം, അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടോപ്പിക്ക് ഒന്നുകൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ, അടുത്ത ക്ലാസ്സിൽ ഇതെന്താണെന്നുള്ള എനിക്ക് മനസ്സിലായില്ല, ഇതിൻ്റെ എന്താണ് ഐഡിയ എന്നൊന്നും മനസ്സിലായി പറയുക. അത് പറഞ്ഞ് നമ്മൾ അതനുസരിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത പാർട്ട് 2 പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെടുത്തൊരു പ്രോബ്ലം ചെയ്ത സമയത്ത് പറഞ്ഞായിരുന്നു, നമ്മുടെ ഏതാണ് റേഡിയൻ എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഡിഗ്രി പറ്റത്തില്ല, റേഡിയനിലോട്ടാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ ഒരു കൺവെർഷൻ, ആ കൺവെർഷനാണ് ഇന്ന് പഠിക്കുന്നത്. ഇക്വേഷൻ ഒന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾ റേഡിയൻ മെഷറിലോട്ട് മാറ്റുന്നതിന് കഴിഞ്ഞ ദിവസം ഒരു 60 ഡിഗ്രി, നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. 60 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ആംഗിൾ തന്നപ്പോൾ ഡിഗ്രി പറ്റത്തില്ല, അതിനെ റേഡിയനിലോട്ട് മാറ്റണമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഈ റേഡിയൻ മെഷറിലോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിഗ്രി മെഷറിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. π/180 കൊണ്ട് 60 നമ്മൾ ഇന്നലെ π/180 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 0 ക്യാൻസലായി. അതിനുശേഷം 6ഉം 18 ക്യാൻസൽ ചെയ്ത് അങ്ങനെ π/3 എന്നൊക്കെ എഴുതിയത് ഓർമ്മയുണ്ടോ? π/3 എന്നൊക്കെ നമ്മൾ ആ പ്രോബ്ലത്തിൽ ചെയ്തായിരുന്നു. അത് റേഡിയൻ മെഷറിലോട്ട്. പിന്നെ ഒറ്റൊരു കാര്യം മനസ്സിലായിരുന്നു, റേഡിയൻ മെഷറിൽ എപ്പോഴും π ഉണ്ടാവും. എന്താണ്ടാവും? π ഉണ്ടാവും. റേഡിയൻ മെഷർ, ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറിലോട്ട് മാറ്റുമ്പോൾ അവിടെ എന്തുണ്ടാവും? π ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറിലോട്ട് മാറ്റുമ്പോൾ അവിടെ π ഉണ്ടാവും. എന്നാൽ തിരിച്ച് ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറിലോട്ട് മാറ്റുമ്പോഴാണ് π ഉണ്ടാവുന്നത്. പക്ഷെ റേഡിയൻ മെഷറിനെ നമ്മൾ ഡിഗ്രി മെഷറിലോട്ട് മാറ്റുമ്പോൾ അവിടെ π വരും ഇല്ല. അപ്പൊ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഇക്വേഷൻസ് നിങ്ങൾ ഒന്നും കാണാതെ ഒന്നുമേ പഠിക്കണ്ട. നമ്മളിപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആഹാ ഇത്രേ ഉള്ളൂ ഐഡിയ. റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലോട്ട് മാറിയിട്ടുണ്ട്, ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷർ. അല്ല, ഇതൊന്നും ചുമ്മാ, ഇതൊന്നും അങ്ങനെ കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത് തന്നെ തിരിഞ്ഞു പോകുന്നത് π/180 ആണോ 180/π ആണോ, അയ്യോ ഇത് ആ കൺഫ്യൂഷൻ ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കും. ഒന്നും വേണ്ട. 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോൾ ഇട്ട് തരാം. 2-3 രീതിയിൽ അത് ചെയ്യുന്നതും കാണിച്ചു തരാം. സിമ്പിളായിട്ട്, ഇതൊന്നും കാര്യമൊന്നും ഉള്ളതല്ല. നിങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടത് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. മനസ്സിലാക്കടാ ഇത്. അല്ല ഇത് കാണാൻ പഠിച്ചിട്ടോ ഒന്നുമല്ല കാര്യം. നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യില്ല. നിത്യാഭ്യാസം ആനിച്ച് നോക്കുമെന്ന് പറയുന്നുണ്ട്. അതേ ഉള്ളൂ പരിപാടി. കൃത്യമായിട്ട് നമ്മൾ നിരന്തരമായിട്ടുള്ള പഠനം, എല്ലാ ദിവസവും എല്ലാം വിഷയം പഠിക്കണം. അതിന് നിങ്ങൾ സമയം ഒന്ന് അറേഞ്ച് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക. ചില ആളുകൾക്ക് രാത്രി ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അല്ല, ചില ആളുകൾക്ക് രാവിലെ വെളുപ്പിനെ ഇരുന്ന് പഠിക്കുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എപ്പോഴാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അപ്പോഴൊക്കെ പഠിക്കുക. ഓക്കെ, അല്ല ഇത് വലിയ സംഭവം. എൻജോയ് ചെയ്ത് പഠിക്കുക, എൻജോയ് ചെയ്യണം. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലല്ലോ, നമ്മളൊരു വലിയ ജോലിയായിട്ട് എടുക്കുമ്പോഴാണ് ഇതൊക്കെ വലിയ പ്രശ്നമാണ്. നമ്മൾ എൻജോയ് ചെയ്ത് പഠിക്കും, ഇതെല്ലാം ഭയങ്കര രസമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാവേ. 3 ചോദ്യങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ ആൻസർ പറയും. ഈ വീഡിയോ കാണുന്ന കുട്ടികളും പേരൻസും എല്ലാവരും പറയും. 2π/3 റേഡിയൻ ഈക്വൽ ടു ഡാഷ് ഡിഗ്രി. എടാ ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഏത് മെഷറിലോട്ടാണ് മാറ്റിയേക്കുന്നത്? റേഡിയനെ നമ്മൾ ഡിഗ്രി മെഷറിൽ കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഡിഗ്രി വരുമ്പോൾ അവിടെ π വരുമോ? ഡിഗ്രി മെഷർ വരുമ്പോൾ അവിടെ π വരുമോ? ഇല്ല.
അപ്പൊ ഇവിടെ നോക്കിയാണ്ട് 2π/3 ഈ പൈ നമുക്ക് ക്യാൻസൽ ചെയ്താൽ മതി. 2π/3 ആണ്. ഈ പൈ ക്യാൻസൽ ചെയ്യണമെങ്കിൽ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവോ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവോ? 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ ഈ പൈയും ക്യാൻസൽ ആയില്ലേ? കാര്യം ഡിഗ്രി മെഷറിൽ ആരില്ല, പൈ ഇല്ല, അപ്പൊ പൈ ക്യാൻസൽ ആവണം. അപ്പൊ 180/π കൊണ്ട് ചെയ്തെങ്കിൽ നമുക്ക് ക്രോസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരൊറ്റ ഐഡിയ മതി. ഇനി നോക്കുക നിങ്ങൾ തന്നെ, ഈ 3യും 18 കൂടി ക്യാൻസൽ ചെയ്ത് 3യും 18 കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരുന്നത്? 6. അപ്പൊ ഇവിടെ 60 ആയി. ഇവിടെ × 2 ഉണ്ട്. എത്ര ആൻസർ? 120 ഡിഗ്രി. 120 ഡിഗ്രി കഴിഞ്ഞു. ഇനി ഇത് വേറെ ഒരു രീതിയിലും കൂടെ ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി. 2π അല്ലേ? 2π/3. ഈ പൈയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. 2 × പൈയുടെ വാല്യൂ എത്ര ആയിരുന്നു? 180 ആണല്ലോ. ഡിഗ്രി ആക്കുമ്പോൾ 180 ഡിഗ്രി ആണ് 3. ഇതുകൂടി ക്യാൻസൽ ചെയ്തു. 60 എത്ര വന്നു? 120 ഡിഗ്രി. ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊന്ന് ചെയ്യാം. ഇവിടെ റേഡിയനകത്ത് പൈ ഉണ്ടെന്ന് ഓർക്കുക. അപ്പൊ പൈ ക്യാൻസൽ ചെയ്യണമെങ്കിൽ 180/π ചെയ്താൽ മതി. പൈ ക്യാൻസൽ ആവും. ഡിഗ്രി മെഷറിൽ കിട്ടും സംഭവം. ഈ രീതിയിലും ചെയ്യാം, ആ രീതിയിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ ആണോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോഡി ചെയ്യേണ്ട കാര്യമില്ല. ഇതൊന്നും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇവിടെയും കൺവെർട്ട് ചെയ്യണം. റേഡിയൻ ആണ്. 2π/6 എങ്ങോട്ടേക്കാ? ഡിഗ്രി മെഷർ. എടാ പൈ ക്യാൻസൽ ആയി പോകണ്ടേ? പൈ ക്യാൻസൽ ആയി പോകാൻ വേണ്ടിയിട്ട് നോക്കി 2π/6 × 180/π. പൈയും ക്യാൻസൽ, 6ഉം 180 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ 30 എത്ര വരും? 60 ഡിഗ്രി എന്ന് നമുക്ക് ഇവിടെ കിട്ടും. 60 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായി? ഇവിടെ 2 × 30 ചെയ്തുകൊണ്ടാണ്. 2 × 30 ചെയ്തുകൊണ്ടാണ്. ഇനി ഇവിടെ വേണം പൈയുടെ വാല്യൂ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. 2 × 180/6. ഈ 6 ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെയും 30 വന്നു. 3 2 6 എത്ര? 60 ഡിഗ്രി വന്നു. അങ്ങനെയും ചെയ്യാം. ഇത് സിമ്പിൾ ആയിട്ട് ഇത് 1 മാർക്കിന് ചോദിച്ചതാ. പ്രീവിയസ് ആയിട്ട് 1 മാർക്കിന് ചോദിച്ചത് 2017 18 നമുക്ക് ഇങ്ങനെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ ചുമ്മാ ചെയ്തു എന്നുള്ളേ ഉള്ളൂ. അടുത്ത് ഇത് കണ്ട ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ഇട്ട് ചോദിച്ചത്. ഓപ്ഷൻ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ചോദിച്ചത് ഇവിടെയും ഡിഗ്രി മെഷർ ആക്കാനാണ് അല്ലെ? റേഡിയൻ മെഷറിനെ നമ്മൾ ഡിഗ്രി മെഷറിനോട്. അപ്പൊ 7 × പൈയുടെ വാല്യൂ കൊടുക്കുന്നുണ്ടോ? എങ്ങനെ? ഏത് രീതിയിൽ ചെയ്യാം? എനിക്കിപ്പോ ഈ രീതിയിൽ ഞാൻ ചെയ്യുക. ഇവിടെ ഇത് ചെയ്യണേ. നോക്ക് പൈ ക്യാൻസൽ ചെയ്യണം. 180/π. ഈ പൈയും കൂടി ക്യാൻസലായി. ഈ 6ഉം ഇതിലൂടെ വെട്ടുമ്പോഴത്തേക്കും 7 3 21 210 ഡിഗ്രി 210 ഡിഗ്രി കിട്ടി. 3 ക്വസ്റ്റ്യൻ അടിപൊളി. എത്ര മാർക്ക്? 3 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. സിമ്പിൾ ആണോ ഇത്? ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോണം. ഒരു കുഴപ്പമില്ല. റേഡിയൻ മെഷറിനെ നമ്മൾ ഡിഗ്രി മെഷറിലേക്ക് മാറ്റുമ്പോൾ റേഡിയൻ മെഷറിനകത്ത് പൈ ഉണ്ട്. അത് ക്യാൻസൽ ആയി കിട്ടണം. അത്രയും മാത്രം. ഡിഗ്രി മെഷറിലോട്ട് മാറ്റുമ്പോൾ ഡിഗ്രി അല്ലേ? 60 ഡിഗ്രി 120 ഡിഗ്രി 210 ഡിഗ്രി അവിടെ പൈ ഉണ്ടോ? ഇല്ല. ആ പൈ ക്യാൻസൽ ചെയ്യണം. ആ പൈ ക്യാൻസൽ ചെയ്യണമെങ്കിൽ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത്രേ ഉള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പൈയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അത്രേ ഉള്ളേ. കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പിന്നെ മറ്റ് ഡിഗ്രീനെ പിന്നെ നിങ്ങൾക്ക് അറിയാം. റേഡിയനിലേക്ക് മാറ്റാൻ അറിയാമല്ലോ. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സിമ്പിൾ ട്രിക്ക്. അടിപൊളിയായിട്ടുണ്ട്. ഈ 3 ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് പോകാം. വീട്ടിൽ പോകണ്ട. വീട്ടിലിരുന്ന് 210 ഡിഗ്രി ഉണ്ട്. 210 ഡിഗ്രി. ഇതിനെ നിങ്ങൾ അങ്ങ് റേഡിയനിലോട്ടൊന്ന് കൺവെർട്ട് ചെയ്ത് കേട്ടോ. റേഡിയൻ മെഷറിലോട്ടൊന്ന് കൺവെർട്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാം. ചെയ്തിട്ടേക്കുമല്ലോ. ഒരുപാട് സമയമൊന്നും വേണ്ട. പെട്ടെന്ന് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇതങ്ങ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, ഇതങ്ങ് ചെയ്തേക്കാം. ഓക്കെ ആണേ? ശരി. ഇനി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു സംഗതിയിലേക്കാണ് പോകുന്നത്. വരച്ചിടാം. സൈൻ, കോസ്, ടാൻ. സൈൻ 0 ഡിഗ്രി വരുമ്പോൾ എത്ര വരും? സൈൻ 30 ഡിഗ്രി എത്രയാണ്? സൈൻ 45 ഡിഗ്രി എത്രയാണ്? സൈൻ 60 ഡിഗ്രി എത്രയാണ്? സൈൻ 90 ഡിഗ്രി എത്രയാണ്? സൈൻ 0, സൈൻ 30, സൈൻ 45, സൈൻ 60, സൈൻ 90. അതേപോലെ കോസ് 0, കോസ് 30, കോസ് 45, കോസ് 60, കോസ് 90. അങ്ങനെ ഓരോന്നിന്റെ റേഷ്യോ നമ്മൾ പഠിച്ചതായത്. സൈൻ 0 ഡിഗ്രി എന്ന് വെച്ചാൽ 0 തന്നെ. സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സൈൻ 45 ഡിഗ്രി എന്ന് വെച്ചാൽ 1/√2 ആണ്. സൈൻ 60 ഡിഗ്രി എന്ന് വെച്ചാൽ √3/2 ആണ്. സൈൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ്. എടാ, ഈ ആദ്യത്തെ ഈ ഒരു റോ കൃത്യമായിട്ട് പഠിക്കണം. ആദ്യത്തെ ഈ ഒരു റോ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മെജോറിറ്റി ആളുകൾ 10ാം ക്ലാസ്സിൽ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളവരാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണല്ലോ +1 ഇരിക്കുന്നത്. അപ്പൊ 10ാം ക്ലാസ്സിൽ ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇത് കോസ് 0യും കോസ് 30യും കോസ് 45യും കോസ് 60യും കോസ് 90 കാണാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ?
ഈ ഒരു നിരപ്പ് നിങ്ങൾ മൊത്തം പഠിച്ചെങ്കിലാണ്ട് ഈ 1 കൊണ്ടുവന്ന് ഇവിടെ എഴുതണം. തിരിച്ച് ഈ എഴുതിയേക്കുന്നത് തിരിച്ച് ഇങ്ങോട്ട് അങ്ങ് എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? ഈ 1 ഇവിടെ എഴുതി. അടുത്ത √3/2 ഇവിടെ, അതായത് കോസ് 30 √3/2. അടുത്ത 1/√2. അടുത്ത എഴുതുന്നത് 1/2. അടുത്ത ആരാ? 0. അപ്പൊ കോസിന്റെ വാല്യൂസ് എല്ലാം ആയി. ശേഷം ടാൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് മാത്രം, ന്യൂമറേറ്റേഴ്സ് ഡിവൈഡ് ചെയ്ത് 0/1 എത്ര? ഇവിടെ 0/1 എത്ര? 0 ആണ്. ന്യൂമറേറ്ററിൽ 0 വന്നാൽ ആൻസർ ഈസ് 0. ഡിനോമിനേറ്ററിൽ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ്. പഠിച്ചു വെച്ചോ. അതാണ്ട് ഇത് എത്രയുള്ള അതൊരു ബേസിക് ഐഡിയ ആണ്. 0/a എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് 0. a/0 ഡിനോമിനേറ്ററിലാണ് 0 വരുന്നതെങ്കിൽ നോട്ട് ഡിഫൈൻഡ് കേട്ടോ. നോട്ട് ഡിഫൈൻഡ്, എൻഡി അല്ല, നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇനി ടാൻ അപ്പൊ പറ 0/1 എന്ന് വെച്ചാൽ എത്ര? 0. പിന്നെ ഇവിടുത്തെ ന്യൂമറേറ്ററും 1/√3. അടുത്ത 1/1 എന്ന് വെച്ചാൽ എത്ര? ആൻസർ 1. √3/1. എടാ ഡിനോമിനേറ്റർ √3/1. ഡിനോമിനേറ്ററിൽ 1 വന്നാൽ ന്യൂമറേറ്ററിനല്ലേ ആൻസർ. അപ്പൊ √3. അടുത്ത 1/0. ഡിനോമിനേറ്ററിൽ ആര് വന്നു? 0 വന്നു. ആൻസർ നോട്ട് ഡിഫൈൻഡ്. അതിന് ഞാൻ ND എന്ന് കൊടുക്കുകയാണ്. നോട്ട് ഡിഫൈൻഡ്. ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്നാണ് ഇത് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഇത് കൃത്യമായിട്ട് ഞാനിപ്പോൾ ഈ എഴുതിയതുപോലെ തന്നെ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ എഴുതാനായിട്ട് ശ്രമിക്കണം. തെറ്റിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ വീഡിയോ കാണണം, കൃത്യമായിട്ട് അത് പഠിക്കണം. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്നത്തെ വീഡിയോയും കുഞ്ഞു വീഡിയോയാണ്. എല്ലാം കുറച്ചുള്ളൂ. പക്ഷെ കൃത്യമായിട്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയും എഴുതി പഠിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണും വരേക്കും വണക്കം. ബൈ എല്ലാവർക്കും. ഓക്കെ.